രമ്യ ചേച്ചിയുടെ ഒരു എന്താ പറയുക രീതി അതല്ലായിരുന്നല്ലോ. ഇപ്പൊ ആൾക്കാരുടെ സ്വകാര്യതയിലേക്ക് നുഴഞ്ഞു കയറുന്ന ഒരു രീതിയിലേക്ക് മാറി. അതെന്തുകൊണ്ടാണ്? പറ്റിപ്പോയി. അത് ഈ എന്താ പറയാ, അവരെ റോങ് ആയിട്ട് ജഡ്ജ് ചെയ്തു. എത്രയൊക്കെ പഠിച്ചു എന്ന് പറഞ്ഞാലും ചില സമയത്ത് ഇന്റർവ്യൂ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അവരുടെ മൂഡും കൂടെ നോക്കിയിട്ട് വേണമായിരുന്നു ഞാനത് ചോദിക്കാമെന്ന്. ചോദിച്ച് തെറ്റായി പോയെന്ന് തോന്നണു, ചോദിക്കേണ്ടിയിരുന്നില്ല എന്ന് ഇപ്പോൾ ഒരു വല്ലാത്തൊരു വിഷമം തോന്നണു. വല്ലാണ്ട് ചോദിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നു. രസം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പറഞ്ഞു തരണം. കേക്കട്ടെ. എനിക്ക് കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല. ഇന്റർവ്യൂ കഴിയുമ്പോൾ അത് സ്വന്തമായി ഏറ്റവും കൂടുതൽ സെൽഫ് പ്രൊമോട്ട് ചെയ്യുന്ന ഇന്റർവ്യൂ. എനിക്കറിയാം. ഞാൻ പറയട്ടെ, മെഹറ എന്ന് പറയട്ടെ. നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഇവന്റ് അത് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറം കൂടുതൽ മനോഹരമാക്കണ്ടേ? കല്യാണം, എൻഗേജ്മെന്റ്, ബർത്ത്ഡേ പാർട്ടി, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഇവന്റ്സ് ഏതുമായിക്കോട്ടെ, വളരെ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറം അത് ഏറ്റവും സ്പെഷ്യൽ ആക്കാൻ ഇനി നിങ്ങൾക്കൊപ്പം മൈൽസ്റ്റോൺ ഇവന്റ്സ്. എല്ലാവരുടെയും കയ്യില് ലോട്ട് കിട്ടി. ഓക്കെ, ഇനി രമ്യ ചേച്ചി ആദ്യം തുറന്നോളൂ. വായിക്കട്ടെ. വായിച്ചോളൂ. ഷോയ്ക്ക് വരുന്ന ഗസ്റ്റിന് അല്പമെങ്കിലും പേടിയുണ്ടാകും ഇയാൾക്കരികിലേക്ക് എത്താൻ. അതായത് ഇത് വായിക്കുമ്പോ രമ്യ ചേച്ചിക്ക് ഈ 8 ആങ്കേഴ്സിൽ ആരുടെ ഫേസ് ആണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇതിൽ നമുക്ക് പോയിന്റ്സ് കൂടെ ഉണ്ട് കേട്ടോ. കറക്റ്റ് ആയിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് പോയിന്റ് കിട്ടുന്നതാണ്. അപ്പൊ 1 പോയിന്റ്. രമ്യ ചേച്ചി, ഇത് നോർമലി നമുക്ക് അറിയാം, നമുക്ക് എല്ലാവർക്കും പരസ്പരം അറിയാം, അതുകൊണ്ട് തന്നെ ഗസ്സിങ് കറക്റ്റ് ആയിരിക്കും. പക്ഷെ ഫസ്റ്റ് ചേച്ചിക്ക് അത് കിട്ടി. അത് എന്താ പറയാ, അത് ലോട്ടാണല്ലോ, റാൻഡം ചോയ്സ് ആണ്. അപ്പൊ നോർമലി എന്തായാലും അത് ആർക്ക് വേണമെങ്കിലും കിട്ടാമായിരുന്നു. പക്ഷെ ശാരികയുടെ ചേച്ചിക്ക് തന്നെ കിട്ടിയതുകൊണ്ട് ആ പോയിന്റ് അപ്പൊ നമുക്ക് 1 പോയിന്റ് ലഭിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു സെഗ്മെന്റിൽ ഫസ്റ്റ് ലോട്ട് നമ്മുടെ രമ്യ ചേച്ചി എടുത്തു. നമ്മുടെ ശാരികയുടെ പേര് കിട്ടിയിരിക്കുകയാണ്. അപ്പൊ ശാരികയ്ക്ക് നമ്മൾ ടാസ്ക് കൊടുക്കാൻ പോവാണ്. ഇഷ്ടപ്പെട്ടില്ലേ? മാറിയില്ലേ? ഓക്കെ, അപ്പൊ ശാരികയുടെ ടാസ്ക് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല. ശാരിക, ആർ യു റെഡി? Come on, please. Excuse me. Sport interview with your colleague. Okay. അപ്പോൾ നമ്മൾ സ്പോട്ട് ഇന്റർവ്യൂവിന് വിളിക്കുന്നത് രമ്യ ചേച്ചിയാണ്. ഓക്കെ, റെഡി? ഒരു കയ്യടി കൊടുത്തു. ഒരു ഹോട്ട് സീറ്റ് ഇന്റർവ്യൂ ആണ് നമ്മൾ ലൈവായിട്ട് കാണാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ കാണാൻ പോവാണ്. ശരിക്കും റെഡി അല്ലേ? രമ്യ ചേച്ചി പണ്ട് ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ കളിയാക്കിയല്ലേ, ഇപ്പൊ അനുഭവിച്ചോളൂ. ചുടുചൂടൻ ചോദ്യങ്ങൾക്ക് കുറുക്കിക്കൊള്ളുന്ന ഉത്തരങ്ങളുമായി അവർ വരികയാണ് ഹോട്ട് സീറ്റിലേക്ക്. ഇന്ന് നമ്മളോടൊപ്പം ഹോട്ട് സീറ്റിൽ രമ്യ. നമസ്കാരം, വെൽക്കം ടു ദ ഷോ. കുറെ അധികം ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്ത് ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ആങ്കർ ആണല്ലോ, സാറ്റലൈറ്റ് ചാനലും സോഷ്യൽ മീഡിയ എല്ലാത്തിലും. പക്ഷെ ഈയിടെയായിട്ട് താങ്കളുടെ ഒരു എന്താ പറയാ, ജനസമ്മതി കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? അത് ഇതുവരെ ഇല്ലാത്ത സംഭവമാണ്. എനിക്ക് ഇപ്പൊ ട്രോളുകൾ വന്നു തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ശാരികയുടെ പാതയിലൂടെ ഞാൻ പതുക്കെ നടന്നെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം കാരണക്കാരൻ നമ്മുടെ മൈൽസ്റ്റോണിലെ പ്രൊഡ്യൂസറാണ്.
എന്തുകൊണ്ടാണ് മേ ബി എന്റെ പാതയിൽ എന്ന് പറയുമ്പോഴും ഇപ്പം രമി ചേച്ചിയുടെ ഒരു എന്താ പറയുക രീതി അതല്ലായിരുന്നല്ലോ. ഇപ്പൊ ആൾക്കാരുടെ സ്വകാര്യതയിലേക്ക് നുഴഞ്ഞു കയറുന്ന ഒരു രീതിയിലേക്ക് മാറി. അത് എന്തുകൊണ്ടാണ്? അത് എന്തുകൊണ്ടല്ല, ഞാൻ പല പല പ്രോഗ്രാംസ് മൈൽ സ്റ്റോണിൽ ചെയ്യുന്നുണ്ട്. അതിലെ എന്റെ ഒരു സെഗ്മെന്റ് ഓഫ് ഷോ മാത്രമാണ് ഇമോഷണൽ സാധനം. അത് വരുന്ന ഗസ്റ്റുകൾക്ക് ഇത് പറയാൻ, അവരത് പറയാനായിട്ടാണ് വന്നെത്തിയിരിക്കുന്നത്. അവരത് ഓപ്പൺ അപ്പ് ചെയ്യാൻ അവർ കംപ്ലീറ്റ്ലി വില്ലിങ്. ഞാൻ ആരും ഫോഴ്സ് ചെയ്തിട്ട് പറയിക്കുന്നതല്ല, അവര് വില്ലിങ് ആണ്. പക്ഷെ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ എന്തോ വിചാരിക്കുന്നത് നമ്മൾ അവരെ നിർബന്ധിച്ച് പറയിപ്പിക്കുന്നതാണ് എന്നതാണ്. പക്ഷെ സത്യാവസ്ഥ അങ്ങനെയല്ല. ആ ഒരു സെഗ്മെന്റിലേക്ക് ഗസ്റ്റുകൾ വരുന്നത് തന്നെ ഇത്തരത്തിലുള്ള അവരുടെ ആ ഒരു മതി. അതായത് ഇവരുടെ സ്വന്തം ഇന്റർവ്യൂ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ആ ഒരു ഇതല്ലല്ലോ, ആ ഒരു സെഗ്മെന്റ് അല്ലല്ലോ, സമ്മതിക്കില്ല. അപ്പൊ ശരി, ഞങ്ങളെ തീരെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ അടുത്ത ആളിലേക്ക് നമ്മൾ പോവാണ്. നമ്മുടെ സൗമ്യ ചേച്ചി. പറ്റുമെന്നുള്ളത് കണ്ടറിയാം. കന്നഡ വേണോ? ഇല്ല, വായിച്ചു. ശരിക്കും ഇന്റർവ്യൂ തുടങ്ങിയാൽ പിന്നെ അൺലിമിറ്റഡ് ആണ്. ഞാൻ ചോദിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് വേണ്ടത് എടുത്തോ. അപ്പൊ സൗമ്യ ചേച്ചി ലോട്ടെടുത്ത് വായിച്ചിരിക്കുകയാണ്. പറഞ്ഞു. ഇന്റർവ്യൂ തുടങ്ങിയാൽ പിന്നെ അൺലിമിറ്റഡ് ആണ്. ഞാൻ ചോദിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് വേണ്ടത് എടുത്തോ. ആരാണ്? തന്നെയാണോ ആശങ്ക? ഞാൻ തന്നെയാണ്. അപ്പൊ ഒരു മിനിറ്റ്, ടാസ്കിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ നമ്മൾ കൊടുക്കാൻ പോകുന്നത് ചേച്ചി അവിടെ നിന്നാ മതി, കുഴപ്പമില്ല ചേച്ചി. കാരണം അപ്പൊ 2 പോയിന്റ് തെക്കേക്കരയ്ക്ക് കിട്ടി. മിക്കവാറും ഈ ടീം എന്നെ തല്ലി കൊല്ലരുത്. ഓക്കെ, അവര് ഓവർ കോൺഫിഡന്റ് ആയിട്ട് നിൽക്കുവാണ്. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് സൗമ്യ ചേച്ചിനെ കൊണ്ട് ഒരു പാട്ട് പഠിപ്പിച്ചാലോ? അപ്പൊ ഒരു അടിപൊളി ജനറേഷൻ ഓണപ്പാട്ട് പാടിക്കൊണ്ട് ഈ ഒരു കലാപത്തിന് തുടക്കം തരാം. എന്നൊരു കാര്യം ചെയ്യാം, മാവേലി നാടുവാണിയിടും കാലം ഉണ്ടല്ലോ, ആ സോങ് തന്നെ ന്യൂ ജനറേഷൻ രീതി പാടിയാൽ മതി. ഓക്കെ, യെസ്. അപ്പൊ ഇനി അടുത്തത് ബിൽറ്റ. വായിച്ചോളൂ. ലോട്ടിൽ ഇന്റർവ്യൂവിൽ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ പേരിൽ ഈ അടുത്ത് ബഹിരാകാശത്തേക്ക് സൗജന്യ യാത്ര സ്വന്തമാക്കുന്നയാൾ ആരാണ്? അതാരാണ്? പെട്ടെന്ന് പറയാം. സ്വന്തം ടീമിലുള്ള ആളെ തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, 2-1. ഓക്കെ, ടാസ്കിലേക്ക് പോവാണ്. റെഡി അല്ലേ? ടാസ്ക് ആണ് കേട്ടോ. മാവേലി മിണ്ടാതിരിക്കോ? മാവേലി പശ്ചാത്താപം സെഗ്മെന്റ് ആണ് കേട്ടോ. അറിയാത്ത ചില ചോദ്യമൊക്കെ നമ്മൾ ചോദിച്ചു പോയിട്ടുണ്ടാവുമല്ലോ, അതിനുശേഷം പറ്റിപ്പോയി എന്നുള്ള പശ്ചാത്താപത്തില് ഇരിക്കുന്ന അതൊന്ന് അഭിനയിച്ച് കാണിക്കാം. ചേച്ചി സ്ഥിരം സെഗ്മെന്റ് കൊടുക്കുന്നതല്ലേ ഇങ്ങനെ എല്ലാ പരിപാടിയിലും ഇന്റർവ്യൂ ആക്ടിങ്. അപ്പൊ നമ്മൾ തിരിച്ചു തന്നിരിക്കുകയാണ്. എനിക്കൊരു ആക്ടിംഗ് സെഗ്മെന്റ്, അതായത് ഞാൻ ചോദിക്കേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. പശ്ചാത്താപമാണ്, ചിരിച്ചുകൊണ്ടല്ല പറയുന്നത്. ഓക്കെ, എന്റെ കയ്യിൽ നിന്ന് പോയ ചോദ്യങ്ങൾ പറ്റിപ്പോയി. അത് ഈ എന്താ പറയാ, അവരെ റോങ് ആയിട്ട് ജഡ്ജ് ചെയ്തു. എത്രയൊക്കെ പഠിച്ചു എന്ന് പറഞ്ഞാലും ചില സമയത്ത് അവരുടെ മൂഡും കൂടെ നോക്കിയിട്ട് വേണമായിരുന്നു ഞാൻ ചോദിക്കാൻ പാടില്ലായിരുന്നു. ഇപ്പൊ എനിക്ക് വല്ലാണ്ട് തോന്നുന്നു. തെറ്റുപറ്റാത്ത മനുഷ്യരില്ലല്ലോ നിൽഷ. ഇപ്പം എനിക്കും തെറ്റ് പറ്റിയിരിക്കുകയാണ്. പക്ഷെ ചേച്ചി എന്താണ് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറയുന്നത് ചേച്ചി? അത് ചേച്ചിയുടെ പശ്ചാത്താപമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ചെറിയൊരു തുച്ഛമല്ലേ? എനിക്കിങ്ങനെ പറ്റിപ്പോയി. അതെ, ആ രീതിയിൽ നമുക്ക് സോറി ഫീൽ ചെയ്യണ്ടേ? ഓക്കെ, എക്സ്ക്യൂസ് മീ.
ഇന്റർവ്യൂ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അവരുടെ മൂഡും കൂടെ നോക്കിയിട്ട് വേണമായിരുന്നു ഞാനത് ചോദിക്കാമെന്ന്. ചോദിച്ച് തെറ്റായി പോയെന്ന് തോന്നണോ, ചോദിക്കേണ്ടിയിരുന്നില്ല എന്ന് ഇപ്പോൾ ഒരു വല്ലാത്തൊരു വിഷമം തോന്നണു, വല്ലാണ്ട് ചോദിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നു. ഓക്കെ ആവശ്യത്തിന് എല്ലാവരും സങ്കടപ്പെട്ടില്ലേ? മതി മതി ചേച്ചി സപ്പോർട്ടിംഗ് അല്ലേ ചേച്ചി നിങ്ങളുടെ ടീം? വടക്കേക്കര ലൂസ് ചെയ്തില്ലേ? യു ഷുഡ് ക്ലാപ്പ്. ടീമിലുള്ള ആൾ കരയുമ്പോൾ അറിയത്തില്ല. 1 സെക്കൻഡ് എന്നെ ഒന്ന് ചോദിക്കാൻ അനുവദിക്കും പ്രേക്ഷകരെ. എനിക്ക് പറ്റിയ ഏറ്റവും വലിയൊരു അബദ്ധമായി ഞാൻ ഈ വർഷത്തെ ഒരു അബദ്ധമായിട്ട് കാണുന്നു ആങ്കേഴ്സിനെ ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നത്. കാരണം എന്നെ സംസാരിക്കാൻ അനുവദിക്കാത്ത ആങ്കേഴ്സ് നിങ്ങൾക്ക്. ഓക്കെ ചേച്ചി, രമി ചേച്ചി പറയൂ, ചേച്ചിക്ക് ശരിക്കും ഇത് പറഞ്ഞപ്പോ റിഗ്രറ്റ് തോന്നിയോ മനസ്സിൽ നിന്ന്? ഇല്ല, എനിക്ക് തോന്നിയില്ല. ഞാൻ ശരിക്കും അവരെ പഠിച്ചിട്ടും അവരുടെ അവര് കംഫർട്ടബിൾ ആയിട്ട് അവർക്ക് ഓക്കെ ആയ കാര്യങ്ങൾ മാത്രമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. സോ എനിക്ക് അപ്പൊ ഞങ്ങൾക്ക് അത് മാത്രം അറിഞ്ഞാൽ മതി. Goes to Sweetie. ശരി കേട്ടോ, ഇതെത്തുമ്പോ എല്ലാവർക്കും മറക്കുമല്ലോ. ഇന്റർവ്യൂ കഴിയുമ്പോൾ അത് സ്വന്തമായി ഏറ്റവും കൂടുതൽ സെൽഫ് പ്രൊമോട്ട് ചെയ്യുന്ന ഇന്റർവ്യൂവർ ആരാണ്? പറഞ്ഞോളൂ, പെട്ടെന്നായിക്കോട്ടെ. സെൽഫ് പ്രൊമോട്ട് ചെയ്യുന്ന ഇന്റർവ്യൂവർ ആരാണ്? എനിക്കറിയാം. ഞാൻ പറയട്ടെ, മെഹറ എന്ന് പറയട്ടെ. ഞാൻ പക്ഷെ മെഹറിനെ പറയുന്നത് അറിയോ? എനിക്ക് അങ്ങനെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടല്ല. ഞാൻ ഇവിടെ ഫസ്റ്റ് ടൈം വന്ന ദിവസം എനിക്ക് മെഹറിനെ കണ്ടിട്ട് മനസ്സിലായില്ല. പക്ഷെ മെഹർ സെലിബ്രിറ്റി ആയിരുന്നു, എനിക്ക് മനസ്സിലായില്ല. ഞാൻ മെഹറിനെ കണ്ടിട്ട് ചോദിച്ചേ, ഇവിടെ ഇന്റർവ്യൂ വേണ്ടിയിട്ട് വന്നതാണോ എന്ന് ചോദിച്ചു. അല്ല, ഞാൻ ഇവിടുത്തെ ഇന്റർവ്യൂർ ഇതിനു മുന്നേ എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്താ തന്നെ ഇവിടെ എന്താ തന്നെ ഇതിന് മുന്നേ പറയുന്നത്? സത്യവാ, എനിക്ക് മനസ്സിലായില്ല. പുള്ളിക്കാരി എന്നോട് അപ്പോ നമ്മൾ മെഹറിലേക്ക് പോവാണ്. ഞങ്ങൾക്ക് 3 points ആയില്ല ഇപ്പൊ. 3, 2. അപ്പൊ മെഹറിലേക്ക് പോവാണ്. മെഹറിന്റെ ടാസ്ക് ഓക്കെ, അത് സിമ്പിൾ ആയിട്ട് നമുക്ക് ഇനി പോവാം അല്ലേ? നമ്മൾ ഇനി കുറച്ച് കൊടുക്കാം അല്ലേ? അപ്പൊ ഓണം വിഷയമായിട്ടുള്ള ഒരു 4 സിനിമകളുടെ പേര് പറയുക. ഇത് ഫെയർ അല്ല, അത് ഫെയർ അല്ല. ആൻസർ അറിയണ്ടേ? 4 സിനിമ ഓണം വിഷയമായിട്ട് വരുന്ന 4 സിനിമയുടെ പേര് പറയും. അങ്ങനത്തെ സിനിമയൊക്കെ ഉണ്ടോ? ആ ഒരു പാട്ടുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. പിന്നെ പറഞ്ഞു കൊടുക്കരുത് കേട്ടോ. പറഞ്ഞു കൊടുക്കരുത്. ഗ്രൂപ്പിന്റെ മാർക്ക് സ്കോർ നമ്മൾ ഫുൾ ആയിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും. പുല്ലിപ്പുളിയോ? കൊടുമ്പുളി. തോറ്റ് ടീം അതിനകത്തുണ്ട് ഓണം സെലിബ്രേറ്റ് ഇത് കഴിഞ്ഞിരിക്കുകയാണ്. പെട്ടെന്ന് പറയാൻ പറ്റുമോ? വടക്കേക്കാരിക്ക് പെട്ടെന്ന് പറയാൻ പറ്റുമോ? അറിയില്ല. അപ്പൊ 2 ഓക്കെ. ഇതൊന്നും ഓൾറെഡി ഇത് സ്കോർ ചെയ്യാനുള്ള ടാസ്ക് അല്ലല്ലോ. ഒരാൾക്ക് നമുക്ക് ഡിഫിക്കൽട്ട് കഴിഞ്ഞിരിക്കുകയാണ്. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് അപ്പൊ നമ്മൾ ജസ്നയിലേക്ക് പോവാണ്. ജസ്ന, ചോദ്യമൊക്കെ അവിടെ നിക്കട്ടെ. ക്യാമറയിൽ എങ്ങനാ എന്നെ കാണാൻ ഗ്ലാമർ ഉണ്ടോ? അങ്ങനെ ഉള്ള ആൾ ആരാണ്? പെട്ടെന്ന് കൊടുക്കാം. ക്യാമറയിൽ എങ്ങനെയാ? ഇവിടെ ഉള്ളതിലെ ബിൽറ്റ് തന്നെയാണ് അല്ലേ? കറക്റ്റ് ആയിരിക്കും ആൻസർ. കറക്റ്റ് ആണ്. ചേച്ചി അത് അങ്ങോട്ട് പോയിന്റ് ഉണ്ടാക്കി എടുത്തല്ലേ? ഇങ്ങനെയും പോയിന്റ് ഉണ്ടാക്കാല്ലേ രമി ചേച്ചി? ശരി, അപ്പൊ വീണ്ടും നമ്മള് ബിൽറ്റയിലേക്ക് എത്തിയിരിക്കുകയാണ്.
വിൽറ്റ കമോൺ. അപ്പൊ ഇത് നമ്മളിനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രസം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പറഞ്ഞു തരണം. കേക്കട്ടെ. എടാ എനിക്ക് കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല. ടൈം വേസ്റ്റ് ചെയ്യേണ്ടില്ല, പെട്ടെന്ന് ചെയ്യാം, പെട്ടെന്ന് ചെയ്യാം. സ്റ്റൗ ഓൺ ചെയ്യാ, ഒരു പാത്രം എടുക്കുക, കുറച്ച് വെള്ളം ഒഴിക്കുക, പിന്നെ രസപ്പൊടി ഇടുക. രസം കംപ്ലീറ്റഡ് അല്ലേ? ആദ്യം കടുകിടുക. കടുക് ഇടുക, എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഇടുക, എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും. ചോദിക്കാമോ? ഇല്ല, ഞങ്ങൾ രസം മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ഓക്കെ, എന്റെ ജീവിതം. അപ്പോ ഇനി അടുത്ത് നമ്മൾ വരുന്നത് ശിവജിത്ത്. അതിഥി ആരാണെങ്കിലും എല്ലാവർക്കും സ്ഥിരം ചോദ്യങ്ങൾ കരുതി വെച്ചിരിക്കുന്ന ആങ്കർ. സ്ഥിരം ചോദ്യങ്ങൾ കരുതി വെച്ചിരിക്കുന്ന ആൾ. ആളാരാണ് പറയൂ. നിങ്ങൾ ആ ഒരു തെക്കേക്കരയ്ക്ക് പോയിന്റ് ഉണ്ടാക്കാൻ വേണ്ടി സ്ഥിരം ചോദ്യങ്ങളിലൂടെ അതിഥി ആരാണെങ്കിലും എല്ലാവർക്കും സ്ഥിരം ചോദ്യങ്ങൾ കരുതി വെച്ചിരിക്കുന്ന ആങ്കർ. ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപോലത്തെ ക്വസ്റ്റ്യൻ ഒരേ നേച്ചറിലുള്ള ചോദ്യങ്ങൾ ആവാൻ ഉദ്ദേശിക്കുന്നത്. പറയൂ. ജസ്ന. കറക്റ്റ് ആണ്. ഞാൻ എവിടെ പറഞ്ഞു ഓണത്തല്ല. ഓക്കെ, അപ്പൊ ജസ്റ്റിലേക്ക് ടാസ്ക് ടൈം ആയിരിക്കാണ്. യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് വേറൊരു ഇത് കൊടുക്കാം. ഒരു ഓണം ഫാഷൻ ഷോ, റാംപോക്കിനുള്ള ഒരു ടൈം നമ്മൾ തന്നിരിക്കുകയാണ്. ഓക്കെ, റെഡി? ഒന്ന് കൈയടിച്ച് പാസ്സാക്കി കൊടുക്കാം. ഓക്കെ, പാട്ട് പാടാണെങ്കിൽ നന്നായിരിക്കും. ഓക്കെ, റെഡി? അപ്പൊ നമ്മൾ ലാസ്റ്റ് അറിയാലോ ആരായിരിക്കും. യെസ്, ഇപ്പൊ ശാരിക വായിച്ചോളൂ. ഇന്റർവ്യൂവിന്റെ ഇടയിൽ ഫുഡ് വെക്കാമോ? നമുക്ക് കഴിച്ചുകൊണ്ട് ഇന്റർവ്യൂ ചെയ്താലോ? എല്ലാവർക്കും ഓക്കെ, ആരാണ് പറയുന്നതല്ലേ? അതെ. ഫുഡിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് എപ്പോഴും ആ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള് ആ ഒരു രീതിയിലുള്ള റോങ് ആൻസർ ആണ്. എന്നെ കണ്ടാ തോന്നുന്നില്ല. ടൈം അല്ല, മെഹറും അല്ല. കഴിഞ്ഞു, ടൈം കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഇനി മാർക്ക് പറയാല്ലേ? ഇത് കഴിഞ്ഞിരിക്കുകയാണ്. സ്വീറ്റി ടൈം കഴിഞ്ഞെന്ന് പറഞ്ഞ ശേഷമാണ് പറഞ്ഞത്. അത് സത്യമാണ്. ഞാൻ ആകെ ഒരു ഇന്റർവ്യൂ എടുത്തുള്ളൂ. അവിടുന്ന് അപ്പുറം ഐസ്ക്രീം ഒക്കെ എടുത്തിട്ട് എന്നുള്ളത് ശരിയാണ്. ഫ്രിഡ്ജിൽ കുറെ സാധനം ഇരിക്കണോ, പുള്ളിക്കാരി ഒറ്റയ്ക്കെല്ലാം കഴിക്കണം. ഞാൻ കഴിച്ചെന്നുള്ള ശരിയാണ്. കുറച്ച് വീട്ടിൽ ഇങ്ങനെയാണ് കുട്ടി ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോ ചെയ്യേണ്ടത്. അത് മാത്രല്ല സ്വീറ്റി, അതിന് മുൻപ് ഒരു ഇന്റർവ്യൂവിന് പോയിട്ട് എടുത്ത് കഴിച്ചിട്ടുണ്ടല്ലോ അവിടുന്ന്. വേറെ എവിടെയൊക്കെ കഴിച്ചിട്ടുണ്ട്. ഹോട്ടലുകാർ തന്നതാ, അവർക്ക് അറിഞ്ഞിട്ട് അമ്മച്ചി തന്നതാ. സാരില്ല കുട്ടി, അതിനു മുമ്പുണ്ട്. ഓക്കെ, ശാരികയുടെ ടാസ്കിലോട്ട് പോവാം. വേണ്ട, ഇല്ലടാ, കറക്റ്റ് ആൻസർ പേര് വന്നില്ലല്ലോ. കറക്റ്റ് ആൻസർ കഴിഞ്ഞിട്ടല്ലേ പറഞ്ഞത്. അപ്പൊ അത് ഖതം. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു സെഗ്മെന്റ് അവസാനിക്കുക. അപ്പൊ ഈ ഒരു സെഗ്മെന്റിലെ പോയിന്റ്സ് 3 അല്ല, അവർക്ക് 4 and 3. ഓക്കെ, അപ്പോ പറയട്ടെ. അപ്പോ ഈ ഒരു സെഗ്മെന്റ് നമ്മൾ അവസാനിച്ചിരിക്കുകയാണ്. അത് വലിയൊരു ഓണം പോരാട്ടം തന്നെയായിരുന്നു. ഇവരെ ഒന്ന് മാനേജ് ചെയ്യാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. എനിവേ, നമ്മൾ ഈ ഒരു സെഗ്മെന്റിൽ തെക്കേക്കരയാണ് വിൻ ചെയ്തിരിക്കുന്നത്. 3 പോയിന്റോട് കൂടെ വടക്കേക്കരയും തൊട്ട്
കഴിയുന്നില്ല, തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ. അപ്പൊ നമ്മള് ചോദിക്കട്ടെ, അപ്പൊ രണ്ട് സൈഡിൽ നിൽക്കുന്നവര് ഇപ്പം രമ്യ ചേച്ചിക്ക് അറിയാമെങ്കിൽ ശിവജിത്ത് വേണം വിസിലടിക്കാനായിട്ട്. നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ വേണം. അറിയാമെങ്കിൽ ശിവജിത്ത് വേണം വിസിലടിക്കാനായിട്ട്. ശിവജിത്തിനാണ് ആൻസർ അറിയുന്നതെങ്കിൽ രമ്യ ചേച്ചി വേണം വിസിലടിക്കാൻ. ഒരു ഗ്രൂപ്പ് ഡിസ്കഷന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. നിങ്ങളുടെ ഒരു കമ്മ്യൂണിക്കേഷനും കോണ്ടാക്റ്റും നിങ്ങളുടെ ഒരു ഇതെല്ലാം ഓക്കെ, മനസ്സിലായില്ലേ? അതുപോലെ തന്നെ നെഗറ്റീവ് ഇതിനകത്ത് ഇല്ല. ഓക്കെ, അപ്പൊ അതുപോലെ സൗമ്യ ചേച്ചിക്ക് അറിയാമെങ്കിൽ ശാരിക വേണം വിസിലടിക്കാനായിട്ട്. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, നമുക്കൊന്ന് മാറി നിന്നാലോ? ശിവജിത്ത് വേണമെങ്കിൽ ആ സൈഡിൽ നിന്ന്, രമ്യ ചേച്ചി ഈ സൈഡിൽ നിന്ന്. അതുപോലെ തന്നെ ഒന്ന് അവിടെ ഇവിടെ മാറി നിൽക്കാം. പൊസിഷൻ ചേഞ്ച് ചെയ്തു ഗെയിമിന്റെ. ഒരു കാര്യം കൂടെ പെട്ടെന്ന് ഒരു കാര്യം അറിയിക്കാൻ പോവാണ്. ഇതിൽ നെഗറ്റീവ് മാർക്ക് ഉണ്ടെന്നുള്ള ഇൻഫർമേഷൻ നമുക്കിപ്പോ കിട്ടിയിരിക്കുന്നത്. അപ്പോ ഇതിൽ നെഗറ്റീവ് ഉണ്ടായിരിക്കുന്നതാണ് എന്ന് നമ്മുടെ മൈൽ സ്റ്റോൺ അറിയിച്ചിരിക്കുകയാണ്. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക, വെറുതെ വിസിലടിച്ച് ഉള്ള മാർക്ക് കുറയ്ക്കണ്ട. ഓക്കെ, ഇതിൽ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫേസ് ടു ഫേസ് നോക്കാൻ പാടില്ല. പിന്നെ എങ്ങനെ അറിയുന്നത്? ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരുമിച്ച് ഈ ആങ്കേഴ്സിന്റെ ഒക്കെ പ്രോഗ്രാം നിങ്ങൾ എല്ലാവരും കാണുന്നതല്ലേ? നിങ്ങളുടെ എല്ലാവരുടെയും പ്രോഗ്രാംസ് നിങ്ങൾ കാണുന്നതല്ലേ? അപ്പൊ ഞാൻ ആദ്യം വന്നപ്പോ നിങ്ങളോട് ചോദിച്ചല്ലോ, നിങ്ങൾ ഒരുമിച്ച് ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് ചോദിച്ചപ്പോ നിങ്ങൾ അല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും പരസ്പരം അറിയാമെന്നാണ് നിങ്ങൾ ആദ്യം തന്ന മറുപടി. യെസ്, ഓഫ് കോഴ്സ്. അപ്പൊ ഞാൻ അങ്ങനെ തന്നെയാണ് പോകുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഉറ്റ സുഹൃത്തിന്റെ കഴിവ്, കാലിബർ, ടാലന്റ് എന്തുമാത്രം ഉണ്ടെന്ന് ഒരു ഗ്രൂപ്പിലുള്ള ഒരാളെന്ന നിലയ്ക്ക് നിങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടിയാണ് നമ്മൾ തന്നിരിക്കുന്നത്. ഓക്കെ അല്ലേ? ശരി. ശിവജിത്തും ശാരികയും ക്യാമറ വേണം നോക്കാനായിട്ട്. ഈ ഒരു സെഗ്മെന്റ് കഴിയുന്നത് വരെ അവരുടെ കണ്ണുകൾ അവിടെ നിന്ന് എടുക്കാൻ പാടുള്ളതല്ല എന്ന് അറിയിക്കുകയാണ്. കാരണം ഇതൊരു കള്ളക്കളി ആയിരിക്കരുത് എന്നുള്ളത് കൊണ്ട്. പിന്നെ രമ്യ ചേച്ചി ഇപ്പൊ ശിവജിത്തിനെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ശിവജിത്തിനാണ് അറിയുന്നതെങ്കിൽ രമ്യ ചേച്ചി വേണം വിസിലടിക്കാനായിട്ട്. അതുപോലെ തന്നെ ശാരികയ്ക്കാണ് അറിയുന്നതെങ്കിൽ സൗമ്യ ചേച്ചി വേണം വിസിലടിക്കാനായിട്ട്. തിരിച്ചും അങ്ങനെ തന്നെ. ഓക്കെ, ഒരുമിച്ച് വിസിലടിച്ചാൽ നെഗറ്റീവ് പോയിന്റ്സ് ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് സിനിമയിൽ അഭിനയിക്കുന്ന നായകന്റെ അല്ല സിനിമ നടന്റെ ആക്ടറിന്റെ ആക്ട്രസിന്റെ പേരാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നിങ്ങൾ സിനിമ ഏതാണെന്ന് വേണം പറയാനായിട്ട്. ഓക്കെ, ഫസ്റ്റ് കഥാപാത്രത്തിന്റെ പേരായിരിക്കും പറയുന്നത്. അല്ലല്ല, ആക്ടറിന്റെ പേരും ആക്ട്രസിന്റെ, ഹീറോയുടെയും ഹീറോയിന്റെ പേരാണ് പറയുന്നത്. അപ്പൊ അവര് കോംബോ ആയിട്ടുള്ള സിനിമ പറയാം. കോംബോ ആയിട്ടുള്ള സിനിമ നിങ്ങൾക്ക് പറയാൻ സാധിക്കും, കുഴപ്പമില്ല. ഓക്കെ, റെഡി? മമ്മൂട്ടി ആൻഡ് സ്നേഹ. ശാരികയാണ് ഊരിയിരിക്കുന്നത്, സൗമ്യയാണ് ആൻസർ പറയുന്നത്. ശാരികയാണ്. ശാരിക ക്യാമറ നോക്കേണ്ടതാണ്. ഈ പറഞ്ഞൊരു ഏതെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾ തെറ്റ് വരുത്തിയാൽ നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ക്യാമറ നോക്കണം എന്ന് പറഞ്ഞാൽ ക്യാമറ തന്നെ നോക്കാം. ഓക്കെ, ശാരിക വിസിലടിച്ചു. സൗമ്യ ചേച്ചി ഉത്തരം പറഞ്ഞിരിക്കുകയാണ് തുറുപ്പുകുലാൻ. ഓക്കെ, കറക്റ്റ് ആൻസർ. 8-2. മാവേലി 8-2 ആണ് ഇപ്പൊ ഇവരുടെ പോയിന്റ്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജയറാം സൗന്ദര്യ. ജയറാം സൗന്ദര്യ. ഓക്കെ, 9-2. കറക്റ്റ് ആൻസർ ആണ്. 9-2ലേക്ക് എത്തിയിരിക്കുകയാണ്. ഓക്കെ, ഈ വിസിലടിക്കുമ്പോ നന്നായിട്ട് വിസിലടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, കേൾക്കുന്ന പോലെ. ഇത് വേറൊരു വിസിലടി പോലെ ഉണ്ടല്ലോ. അതെ, കറക്റ്റ്. ഓക്കെ, സുരേഷ് ഗോപി ആൻഡ് മമത മോഹൻദാസ്. സുരേഷ് ഗോപി ആൻഡ് മമത മോഹൻദാസ്. ആൻസർ ആണ്. അപ്പൊ ആണ് ഈ ഒരു സെഗ്മെന്റിൽ ഈ ഒരു ക്വസ്റ്റ്യൻ വരെ എത്തിയിരിക്കുന്നത്. രമ്യ ചേച്ചി വിട്ടുകോട് ചേച്ചി. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മുകേഷ് ആൻഡ് ദിവ്യ ഉണ്ണി.
ഓക്കെ ഓക്കെ മുകേഷൻ കേറാമോ അല്ലല്ലോ കറക്റ്റ് ആൻസർ ഓക്കെ ഒരുമിച്ച് ടെൻ 3 ആണ് ഈ ഒരു ക്വസ്റ്റിനോട് കൂടെ നമ്മൾ എത്തി നിൽക്കുന്നത്. അപ്പോ തെക്കേക്കര 10 ആൻഡ് വടക്കേക്കര 3 എത്തി നിൽക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. ഓക്കെ, ശ്രീനാഥ് ഭാസി ആൻഡ് അനഘ. ശാരിക പറയണം. ശ്രീനാഥ് ഭാസി ആൻഡ് അനഘയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ജയറാം ആൻഡ് റിമി ടോമി. തിങ്കൾ മുതൽ വെള്ളി വരെ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. തിങ്കളാഴ്ച എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് അത് ആൻസർ ആയിട്ട് പരിഗണിക്കാൻ സാധിക്കുന്നതല്ല. അപ്പൊ റോങ് ആൻസർ ആണ്. അപ്പൊ നെഗറ്റീവ് മാർക്കിലോട്ട് പോയിരിക്കാണ്. 10-3. കൈയടിക്ക്, നിങ്ങളുടെ അവസരമല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടിനി ടോം ആൻഡ് ജ്യോതിർമായി. ആദ്യം ശിവജിത്താണ് ശിവജിത്താണ്. പക്ഷെ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നു. കാരണം ആൻസർ ഓൾറെഡി പെട്ടെന്ന് പറയുകയും ചെയ്തു. ഓക്കെ, ഒരു നിമിഷം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക. വിസിൽ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ആൻസർ പറയുമ്പോൾ വേണം നിങ്ങൾ പറയാനായിട്ട്. എന്നാ ഇതിന് പകരമായിട്ട് വേറൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, നിങ്ങൾ പല വിസിലുകൾ കേൾക്കുകയാണെങ്കിൽ നിങ്ങളൊന്ന് ഹോൾഡ് ചെയ്യണം. ആരാണ് വിസിൽ അടിച്ചതെന്ന് അവിടെ നിന്നൊരു അറിയിപ്പ് വന്നതിന് ശേഷം മാത്രമായിരിക്കണം നിങ്ങൾ ആൻസർ പറയേണ്ടത്. ഓക്കെ, ഇനി പല വിസിൽ കേട്ട് കഴിഞ്ഞാൽ ആരും പിന്നെ ഉത്തരം പറയാതിരിക്കാം. റെഡി? ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റിന് പകരം നമ്മൾ ക്വസ്റ്റ്യൻ മാറ്റാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ജയറാം അഭിരാമി. ഓക്കെ, ഇല്ല, ഞങ്ങൾ സന്തുഷ്ടരാണ്. കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, വീണ്ടും 11-3. ഓക്കെ, ജയറാം രചന നാരായണൻ കുട്ടി. കറക്റ്റ് ആൻസർ. നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങളുടെ ടീമൊക്കെ ഭയങ്കര ശരി, ഓക്കെ. അപ്പൊ 12-3 പോയിന്റ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് റെഡി ആയിട്ട് നിന്നോളൂ കേട്ടോ. ആൻസർ പറയരുത്. നിങ്ങൾക്ക് എളുപ്പമുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊരു ചാൻസ് വടക്കേക്കരയ്ക്ക് തരാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. പറ്റുമെങ്കിൽ ദിലീപ് ആൻഡ് ഗോപിക. ഞങ്ങൾക്ക് ചാൻസ് എന്ന് പറഞ്ഞത് റോങ് ആൻസർ. ആൻഡ് ഓൾസോ റോങ് ആൻസർ ഇൻ ദ സെൻസ് പോയിന്റ് കട്ടായിരിക്കാണ്. കാരണം ഇത് ആവേശം കൂടിപ്പോയി അല്ലേ. അപ്പൊ നമ്മൾ 12-3 എന്ന് പറഞ്ഞു. മൈനസ് ആണ്, നെഗറ്റീവ് പോയിന്റ് പറഞ്ഞു കഴിഞ്ഞതാണ്. 11-3 അല്ല. ഇതൊന്നും തെറ്റിക്കരുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ 11-3 ഒരു കൈയടി കൊടുക്കുക. നിങ്ങൾക്ക് ഒന്നും ഞങ്ങൾക്ക് 4 ആയി. ഇപ്പൊ ഞങ്ങൾക്ക് 4 ആവും. പറയട്ടെ, ഓക്കെ. അപ്പൊ ഈ ഒരു സെഗ്മെന്റ് 3 സെഗ്മെന്റോട് കൂടെ തന്നെ നമ്മുടെ തെക്കേക്കര സ്കോർ ചെയ്തിരിക്കുകയാണ്. 11 സ്കോർസ് ആണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. ആൻഡ് 4 പോയിന്റ്സ് ആണ് നമ്മുടെ വടക്കേക്കര.
ഇനി നമുക്ക് 3 മത്സരങ്ങൾ കൂടിയാണ് ഉള്ളത്. ഓക്കെ, ഇനിയുണ്ട് 3 മത്സരങ്ങൾ കൂടെ. അപ്പൊ നിങ്ങൾക്ക് ഇനിയും ചാൻസ് ഉണ്ട്, ഒരുപാട് ചാൻസ് ഇനിയും കിടക്കുന്നുണ്ട്. ഒട്ടും പിന്നോട്ട് പോയിട്ടില്ലെന്നത് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ 3 മത്സരങ്ങൾ അവസാനിച്ചു. ഇനി 3 മത്സരങ്ങളാണ് നമുക്ക് ഉള്ളത്. ഇനി നമ്മൾ അടുത്ത് നടത്താൻ പോകുന്ന സെഗ്മെന്റിന്റെ പേര് കാവിലെ പാട്ട് മത്സരം. അപ്പൊ കാവിലെ പാട്ട് മത്സരമാണ്. നമ്മളിത് നോർമലി നടത്തുന്ന അന്താക്ഷരി മോഡിലാണെങ്കിൽ പോലും നമ്മളിത് ചെയ്യാൻ പോകുന്ന ഒരു ആക്ടർ, നമുക്ക് ഇഷ്ടപ്പെട്ട 2 ആക്ടേഴ്സിന്റെ പേര് നമ്മൾ പറയാൻ പോവാണ്. അപ്പോൾ നമ്മളിവിടെ ദിലീപ്, ഓക്കെ, ജയറാം. അപ്പൊ നമ്മൾ വടക്കേക്കരയ്ക്ക് കൊടുക്കുന്നത് ദിലീപും തെക്കേക്കരയ്ക്ക് കൊടുക്കുന്നത് ജയറാമും ആണ്. അപ്പോൾ നിങ്ങൾ ജയറാം ആദ്യം നമ്മൾ വടക്കേക്കര തുടങ്ങാല്ലേ, വടക്കേക്കരയ്ക്ക് ചാൻസ് കൊടുക്കും. ദിലീപ് അഭിനയിച്ചിട്ടുള്ള ദിലീപ് അവരുടെ സിനിമയിലെ പാട്ടുകൾ നിങ്ങൾ നിർത്താതെ പാടണം. നിർത്താതെയല്ല, ഒരു പാട്ട് നിങ്ങൾ പാടുന്നു, ജയറാമിന്റെ സോങ് ഇവർ പാടുന്നു. നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങൾ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ഓരോ പാട്ടിനും 5 പോയിന്റ് വെച്ചാണ് ലഭിക്കുന്നത്. തുടങ്ങാം. ഗൈസ്, ആർ യു റെഡി? റെഡി അല്ലേ? ഇപ്പൊ വടക്കേക്കര റെഡിയാണോ? ഇപ്പൊ വടക്കേക്കരയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ദിലീപിന്റെ സോങ്ങോട് കൂടി ആരംഭിക്കുന്നു വടക്കേക്കര. ഓമനപ്പുഴ കടപ്പുറത്തെന്റെ ഓമനെ പൊന്നോമനെ ഈ നനവുകൾ പാടിയതിന്നെങ്ങനെ കൺഫ്യൂഷൻ തീർക്കണമേ, എന്റെ കൺഫ്യൂഷൻ തീർക്കണമേ, കൺഫ്യൂഷൻ തീർക്കണമേ. മണിക്കും ഓമൽ സമ്മാനം മോഡൻ പിള്ളേരെ രാവിന്റെ തിര പോലെ വന്നല്ലോ, 17 കണവത്ത് കുടമുല്ല പുതല്ലോ, മണവെന്നെ സുൽത്താനം വന്നല്ലോ, നിന്നല്ലോ നിന്നല്ലോ കല്യാണം സുന്ദര ഈ നാട്ടിലെ കാമുകര പണ്ടേ ഞാനൊരു വീരന. ഓക്കെ, ഒന്ന് പാടി ഞാനൊരു ഓമനെ മറയ്ക്കും മാറല മഷിക്കറുപ്പാഞ്ഞിനി എഴുതും മീനല എന്നെ എന്നെ ചെയ്തല്ലേ നിന്നെ കാലിലെ പാദസരം ഞാനല്ലേ പൊങ്കൽ തിരിതാളം തൊളിക്കുമ്പോൾ കരിവള കയ്യാലെന്നെ വിളിച്ചതെന്തിന് നീല കരിവള കയ്യാലെന്നെ വിളിച്ചതെന്തിന് നീ ജമീല. ജമീലയാണ്. ഓക്കെ, മനസ്സെല്ലാം വിളമ്പുന്ന നാളെ നിന്നെ ഞാനൻ സ്വന്തമാക്കാം. വെണ്ണിലാവിൻ ഓണവില്ലിൻ തമ്പുരുമീട്ടും വീടാണീ വീട്, എന്നും എന്നും പൂക്കണി വിടരും വീടും പിന്നെയും കുരുവിയെ കണ്ടീല വീട്ടിലെ കല്യാണം എനിക്കൊരു പെണ്ണുണ്ട്, കരിമഷി കണ്ണുണ്ട്, പാട്ടിന്റെ അപ്പൊ ഈ ഒരു സെഗ്മെന്റ് സൈലൻസ് പ്ലീസ്. അപ്പൊ ഈ ഒരു കാവിലെ പാട്ട് മത്സരത്തിൽ അവസാനം ജയിച്ചിരിക്കുന്നത് അപ്പൊ 5 പോയിന്റ്
പോയിന്റ് ആണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്. ആദ്യം 4-ലായിരുന്നു അവർ പെട്ടതാ 4 + 5 9-ലേക്ക് എത്തിയിരിക്കുകയാണ്. 9 പോയിന്റ്സ് നേടിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോ നമ്മുടെ 11 and 9-ലെത്തിയിരിക്കുന്നു. 11, 9. ഓക്കെ.